ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് സീരിയൽ തന്നെയാണ് മൗനരാഗം. എപ്പോഴും റേറ്റിംഗിലൊക്കെ തന്നെയും പ്രേക്ഷകരുടെ മനം കവരുന്ന സീരിയൽ എന്ന് തെളിയിച്ചു കഴിഞ്ഞു. വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന ഈ സീരിയൽ മലയാളി പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഈ ഹിറ്റ് സീരിയലിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള കഥാപാത്രം തന്നെയാണ് ഇതിലെ സോണി എന്ന കഥാപാത്രം. ആദ്യം ഈ കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്നത് മറ്റൊരു നടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ചെയ്തത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഋതിക കൃഷ്ണയാണ്. ഋതികയുടെ വിവാഹമാണ് ഈ ഇടയ്ക്ക് നടന്നതെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഋതിക വിവാഹം കഴിച്ചത് ഗോകുലിനെയാണ്. ഗോകുലിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ഋതിക പങ്കുവച്ചത്. 9-ാം തീയതിയായിരുന്നു ഋതികയുടെ വിവാഹം. ആ വിവാഹത്തിന് ശേഷം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ഋതിക പങ്കുവച്ചിരിക്കുന്നത്. ഋതിക കൃഷ്ണ എന്ന തന്റെ പേര് മാറ്റി ഇപ്പോൾ തന്റെ ഭർത്താവിന്റെ പേര് കൂടി ചേർത്തിരിക്കുകയാണ് ഋതിക. ഋതിക ഗോകുൽ എന്നാണ് ഇപ്പോൾ ഋതിക ചിത്രത്തിന് ക്യാപ്ഷനായി തന്നെ നൽകിയിരിക്കുന്നത്. ഇതുവരെ ഇവരുടെ വിവാഹ വിശേഷങ്ങളൊന്നും തന്നെ പങ്കുവച്ചിട്ടില്ലായിരുന്നു. ഇത്രയും ദിവസം എന്താ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും പറയാത്തതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഋതികയുടെ വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴാണ് പ്രേക്ഷകരോട് ഇക്കാര്യം തുറന്നു പറയുന്നതെന്ന് പറയുന്നു. ഇതിനു മുൻപും ഗോകുലുമായി പല വീഡിയോകളും ഋതിക പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹവുമായി വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ഒരു തരത്തിൽ പോലും ക്ലൂ തന്നിട്ടില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. ഗോകുൽ ഋതികയെ പോലെ തന്നെ ഡാൻസും പാട്ടിലുമൊക്കെ മിടുക്കനാണ്. അഭിനയത്തിലും മിടുക്കൻ തന്നെ എന്ന് പറയാം. ഗോകുലിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാറുണ്ട്. അതോടൊപ്പം തന്നെ ഋതികയെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഗോകുൽ പങ്കുവയ്ക്കാറുണ്ട്. ഗോകുലിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവച്ച അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസമാണ് ഋതികയുമായുള്ള ആദ്യ ചിത്രം വന്നത്. അതുപോലെ ഋതികയുടെ രഹസ്യ വിവാഹമാണ് ഇതെന്ന് പ്രേക്ഷകർ പറയുന്നു. വരനെ കണ്ടോ എന്നും കക്ഷിയെക്കുറിച്ചുള്ള ചർച്ചകളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത്. ആദ്യം സോണി എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന താരം പോയതിനു ശേഷം പ്രേക്ഷകർക്ക് അത് വല്ലാത്ത ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. ആദ്യം ഈ കഥാപാത്രം ഒരു ആത്മഹത്യയിലേക്ക് പോയി. അപ്പോൾ സോണി എന്ന കഥാപാത്രം നിൽക്കുകയാണോ എന്നായിരുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്ന പേടി. പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. നലീഫും ഐശ്വര്യയുമാണ് സീരിയലിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ കിരണിനെയും കല്യാണിയെയും അവതരിപ്പിക്കുന്നത്. കിരണിന്റെ സഹോദരിയാണ് ഈ സോണി എന്ന് പറയുന്ന കഥാപാത്രം. സോണിയുടെ കഥാപാത്രം ആദ്യം ചെയ്തുകൊണ്ടിരുന്ന താരം മലയാളി പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരിയായ ശ്രീശ്വേതയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ സോണിയുടെ ആത്മഹത്യയായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഈ കഥാപാത്രം നിൽക്കാൻ പോവുകയാണെന്ന് പ്രേക്ഷകർ പേടിച്ചിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ ആത്മഹത്യയൊന്നുമല്ലാതെ ശ്രീശ്വേതയെ മാറ്റി അവിടെ ഇപ്പോൾ ഋതിക എത്തുകയായിരുന്നു. ഇതോടെ ഋതിക പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി. ഒരാൾ ചെയ്തു വെച്ച കഥാപാത്രത്തിന് പിന്നാലെ എത്തുമ്പോൾ ആ കഥാപാത്രത്തിന് അത്രമേൽ പ്രാഗൽഭ്യം വേണം. അല്ലെങ്കിൽ അതിനു മുൻപ് ചെയ്തതുപോലെ തന്നെ എത്തിക്കണം. ഇല്ലെങ്കിൽ വലിയ പാട് തന്നെയാണ്. എന്നാൽ അതൊന്നും വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്ത വ്യക്തിയാണ് ഋതിക. മുൻപ് സംസാരിച്ചിരുന്ന പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്താൻ ഋതികയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഋതികയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.